So in this video we are going to discuss what is fatigue strength and how we will consider fatigue strength while designing a machine component. Okay, so what is fatigue? So when a material is subjected to repeated stress, that is repeated stress means alternating stress, it fails at a stress far below the yield point. Such type of failure is called fatigue. See, സാധാരണയായിട്ട് നമ്മളൊരു ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുന്നു അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുന്നു. അവിടെ നിന്ന് സംഭവിക്കും, ഈൽഡ് പോയിൻ്റ് എത്തും. ഈൽഡ് പോയിൻ്റ് എത്തിയതിന് ശേഷം പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാകുന്നു. പിന്നെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് പോയിൻ്റ് കഴിഞ്ഞിട്ടാണ് ഫ്രാക്ചർ ഉണ്ടാകുന്നത്. പക്ഷേ ഫറ്റീഗിൻ്റെ കേസില്ല. ഒരു മെറ്റീരിയൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ടെൻസൈൽ കൊടുക്കുന്നു, കംപ്രസീവ് ടെൻസൈൽ കൊടുക്കും, ഓൾട്ടർനേറ്റീവ് ടെൻസൈൽ കൊടുക്കുന്നു, കംപ്രസീവ് കൊടുക്കുന്നു. അത് സൈക്ലിക്കായിട്ട് കൊടുക്കുക. ടെൻസൈൽ മാക്സിമം വാല്യൂ, കംപ്രസീവ് മിനിമം വാല്യൂ, ടെൻസൈൽ മാക്സിമം വാല്യൂ, കംപ്രസീവ് മിനിമം വാല്യൂ, അങ്ങനെ ഒരു സൈക്ലിക്കായിട്ട് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, ദ മെറ്റീരിയൽ വിൽ ഫെയിൽ അറ്റ് എ പോയിൻറ്റ് ഫാർ ബിലോ ദ ഈൽഡ് സ്ട്രെസ്. അപ്പോൾ ഈൽഡ് സ്ട്രെസ് കൊടുക്കേണ്ടി വരത്തില്ല, അതിന് മുന്നേ തന്നെ മെറ്റീരിയൽ ഫെയിൽ ആകും. സോ the fatigue is that when a material is subjected to a repeated stress means tensile or compressive, like repeated stress or alternating load, it fails at a stress far below the yield point stress. Such type of failure is known as fatigue. ഓക്കെ, ഫറ്റീഗ് എന്താ മനസ്സിലായല്ലോ. ഫറ്റീഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സ്ട്രെസ് കൊടുക്കും, അതായത് ടെൻസൈലും കൊടുക്കുന്നു, കംപ്രസീവ് കൊടുക്കും. ഇപ്പോൾ ആദ്യത്തെ ഒരു ടൈമാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ 10 മണിയായപ്പോൾ നമ്മൾ ടെൻസൈൽ ഒരു 100 ന്യൂട്ടൺ ടെൻസൈൽ കൊടുത്തു. പിന്നെ അടുത്ത ഒരു 1 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഒരു 100 ന്യൂട്ടൺ കംപ്രസീവ് കൊടുക്കുന്നു. പിന്നെ അടുത്ത 1 മിനിറ്റ് 100 ന്യൂട്ടൺ ടെൻസൈൽ കൊടുക്കുന്നു. അടുത്ത 1 മിനിറ്റ് 100 ന്യൂട്ടൺ ടെൻസൈൽ. ഇപ്പോൾ ഇത് ഫ്ലക്ച്വേറ്റിംഗ് ലോഡാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് കൊടുക്കും സമയത്ത് ആ ഒരു മെറ്റീരിയൽ ഫെയിലാകും. കുറേ തവണ ഈ ഒരു സൈക്ലിക് പ്രോസസ്സിന് വിധേയമായി കഴിയുമ്പോൾ ഈ മെറ്റീരിയൽ ഫെയിലാകും. പക്ഷേ ആ ഫെയിൽ ആകുന്ന സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഫാർ ബിലോ ഫ്രം ദ ഈൽഡ് സ്ട്രെസ്. ഈൽഡ് സ്ട്രെസ് വരെ പോകണമെന്നില്ല. സാധാരണ നമ്മളൊരു സ്ട്രെസ് സ്ട്രെയിൻ കർവിനകത്ത് എലാസ്റ്റിക് ലിമിറ്റ്, പ്രൊപ്പോർഷൻ ലിമിറ്റ്, എലാസ്റ്റിക് ലിമിറ്റ്, പിന്നെ ഈൽഡ് പോയിൻ്റ്, അതിനുശേഷം അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, ഫ്രാക്ചർ പോയിൻ്റ്, ഇത്രയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ഒരു ഫറ്റീഗ് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഓൾട്ടർനേറ്റിംഗ് സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ, ഇറ്റ് വിൽ ഫെയിൽ അറ്റ് എ പോയിൻറ്റ് വിച്ച് ഈസ് ഫാർ ബിലോ ഫ്രം ദ ഈൽഡ് സ്ട്രെസ്. ഈൽഡ് സ്ട്രെസ്സിനെക്കാട്ടും വളരെ ചെറിയൊരു വാല്യൂവിൽ ഓഫ് സ്ട്രെസ്സിൽ തന്നെ ആ ഒരു മെറ്റീരിയൽ ഫെയിൽ ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി so how it is different from the static failure? The failure is below the yield strength. We already studied in a tensile or compressive strength. After the yield point, the plastic deformation starts, and then after ultimate tensile strength point, then it comes to fracture point like this. So in case of fatigue loading, if fatigue stress is developed in that system, that machine component will fail at a point far below the yield stress. So a failure occur below the yield strength, and the failure is brittle and catastrophic, and no visible warning prior to the failure. So the failure is brittle, not ductile, means there is no plastic deformation. So it will failure at a certain moment. There will be no sign of failure, and it will be catastrophic. Catastrophic means ഒരു മെഷീൻ അതിൻ്റെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ ആയി പോകും, പെട്ടെന്ന് തന്നെ അത് ബ്രേക്ക് ഡൗൺ ആയി പോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. പക്ഷേ ബ്രേക്ക് ഡൗൺ ആവുന്ന സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി far below from the yield stress. So why it will be far below from the yield stress? In fatigue, the cyclic loading happens. Okay, so next one is, so here are some characteristics of fatigue failure. So starts with a dislocation which leads to persistent slip bands. So greater applied stress, shorter life, damage is cumulative. What is damage is cumulative? It will not recover. It will accumulate. The deformation or damage will accumulate. It will not recover. So it is also influenced by temperature and surface finish. Okay, then the factors to be considered to avoid fatigue. So variation of size of component should be gradual.
the variation of size of the component should be gradual. Means there should not be any sudden variation of geometry. Okay, then the holes, notches, stress raises should be avoided. In unavoidable condition, it should be kept minimum, or it should be distributed. Okay, the parts to be protected from corrosion. നമ്മുടെ സർഫസ് ഫിനിഷ് ഈ ഒരു ഫറ്റീക്കിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സർഫസ് ഫിനിഷ്. സോ ഇറ്റ് ഷുഡ് നോട്ട് ഗെറ്റ് കൊറോഡഡ്. So the parts to be protected from the corrosion, improve surface finish. Okay, and residual compressive stress over the surface increase the fatigue strength. So നമ്മളൊരു സർഫസ് നമ്മൾ കംപ്രസീവ് പ്രസ് കൊടുത്തു, അതിനെ സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിയർ ആൻഡ് ടിയറിനുള്ള റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. സോ റെസിഡുവൽ കംപ്രസീവ് സ്ട്രെസ് ഓവർ ദ സർഫസ് ഇൻക്രീസസ് ദി വിയർ ആൻഡ് ടിയർ. Okay, so now we'll discuss how a fatigue failure will happen. So there are some steps, or there are some steps for the fatigue failure to occur. The first one is crack initiation. Means a crack is developed. The fatigue failure begins with a small crack. ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ടാകും. ഈ ഒരു തിയറിക്കകത്ത് നിങ്ങൾ ഡോണ്ട് സ്റ്റഡി ദിസ് തിങ്സ് ബൈ ഹേർട്ട്. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ കാതലായ സംഭവം, ഇതിനകത്തുള്ള മെയിൻ പോയിൻറ്റ്സ് മാത്രം മാർക്ക് ചെയ്ത് നോട്ട്സ് ഇപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതാണ്. പക്ഷേ ഈ ക്രാക്ക് ഇനിഷ്യേഷൻ വരുമ്പോഴത്തേനും അതിൻ്റെ മെയിൻ കീ വേർഡ്സ് മാത്രം ഓർത്തിരിക്കുക, അതിൻ്റെ ബേസിൽ എക്സാമിന് എഴുതുക. എക്സാമിന് ചോദ്യം കേട്ടോ, വാട്ട് ഈസ് ഫാറ്റിക്, വാട്ട് ഈസ് എൻഡ്യൂറൻസ് ലിമിറ്റ്, വാട്ട് ഈസ് എസ്എൻ കർവ്, ഓൾ ദീസ് തിങ്സ് ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ്. So first step is crack initiation. The fatigue failure begins with a small crack. A crack develop at areas of high stress concentration areas such as fillet, notches, keyways and bolt. So നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചായിരുന്നു വാട്ട് ഈസ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ, വാട്ട് ഈസ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഏരിയാസ്, എന്താണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്നൊക്കെ പഠിച്ചായിരുന്നു അല്ലേ. സോ ഇൻ components which having geometrical discontinuity or microstructural discontinuity, there will be areas of stress concentration. That means if the stress calculator from the ideal equations will not be equal to that area stress developed in that area, because there are something called what stress raiser. So that stress raiser will increase the stress developed in that part, and it will be more than the stress obtained from the ideal equations. So the crack is developed in which part? Stress concentration areas such as fillet, notches, keyways, bolt and holes. So as a result of the stress concentration, the induced stress goes above the yield strength and the plastic straining occurs due to the cyclic variation of the സ്ട്രെസ്. സോ ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്ട്രെസ് ആയിരിക്കും അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദിസ് സ്ട്രെസ് റൈസർ അവർ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഏരിയ ഇത് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് വിൽ ബി മോർ ദാൻ ദ ഈൽഡ് സ്ട്രെങ്ത് ആൻഡ് ദ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവും. അതായത് പ്ലാസ്റ്റിക് സ്ട്രെയിനിങ് വിൽ റിസൾട്ട് ആൻഡ് ഡ്യൂ ടു ദ സൈക്ലിക് വേരിയേഷൻ ഓഫ് സ്ട്രെസ്. ആ ഒരു സൈക്ലിക് വേരിയേഷൻ ഓഫ് സ്ട്രെസ്സസിൻ്റെ ഇത് കൊണ്ടിട്ട് ഒരു പ്ലാസ്റ്റിക് സ്ട്രെയിനിങ് ഒക്കെ അങ്ങനെ എന്ത് സംഭവിക്കും, ആ ഒരു during the plastic straining the slip occur and result in gliding of planes over one another. So നിങ്ങൾ S3 മെറ്റീരിയൽ സയൻസിനടുത്ത് പഠിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ബൈ സ്ലിപ്പ്, പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ബൈ ട്വിന്നിങ്. സോ ഇങ്ങനെ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് സ്ട്രെയിനിങ് മൂലം എന്ത് സംഭവിക്കും, സ്ലിപ്പ് ഉണ്ടാവും. സ്ലിപ്പ് ഉണ്ടായിട്ട് ആ ഒരു പ്ലെയിൻസിലൂടെ ഈ ആറ്റംസ് എങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകും, അങ്ങനെ എന്തോ ഈ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ എത്തും. സോ ഡ്യൂറിങ് ദ പ്ലാസ്റ്റിക് സ്ട്രെയിനിങ് slip occur and result in gliding of planes over one another. So during the cyclic stress, slip saturation result make further plastic deformation very difficult. സോ ഡ്യൂറിങ് ദ സൈക്ലിക് സ്ലിപ്പ്, അപ്പോൾ വീണ്ടും അവിടെ ഒരു സ്ലിപ്പ് ഉണ്ടാകാനുള്ള ടെൻഡൻസി ഇല്ലാതെയാവുന്നു. അത്രമാത്രം ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. സോ വീണ്ടും സ്ലിപ്പ് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി ഇല്ലാതാകുന്നു, അവിടെ അത്രയും മാത്രം പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടായിക്കഴിഞ്ഞു. ആസ് എ റിസൾട്ട് ഇൻട്രൂഷൻ ആൻഡ് എക്സ്ട്രൂഷൻ ഒക്കെ ക്രിയേറ്റിംഗ് ഇൻ നോച്ച് ഡിസ്കണ്ടിന്യൂറ്റി, അവിടെ ഒരുപാട് ഡിസ്കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ഫൈനൽ എന്ത് സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പിലോട്ട് വന്നു ക്രാക്ക് പ്രൊപ്പഗേഷൻ.
അപ്പോൾ ആ ക്രാക്ക് അവിടുന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ദിസ് ഫർദർ ഇൻക്രീസസ്, ഈ പ്രൊപ്പഗേഷൻ എന്ത് സംഭവിക്കും? ദിസ് ഫർദർ ഇൻക്രീസസ് ദ സ്ട്രെസ് ലെവൽസ് ബൈ പ്രൊപ്പഗേറ്റിംഗ് ദ ക്രാക്ക് അക്രോസ് ദ ഗ്രെയിൻസ് അലോങ് ദ ബൗണ്ടറി, സ്ലോലി ഇൻക്രീസിങ് ദ ക്രാക്സ്. So this crack is propagated. Okay. As a result, crack increases, the cross-sectional area resisting the applied stress decreases and reaches the threshold level which is sufficient to resist the applied stress. So നമ്മൾ ഈ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ഡിക്രീസ് ചെയ്യും. ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് ആ ഒരു അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതെ വരികയും പിന്നെ എന്ത് സംഭവിക്കും? അതൊരു ഫൈനൽ ഫ്രാക്ചറിലോട്ട് പോകുന്നു. അപ്പോൾ ദ തേർഡ് സ്റ്റേജ് ഇസ് ഫൈനൽ ഫ്രാക്ചർ. ബിയോണ്ട് ദ ത്രെഷോൾഡ് റീജിയൻ the area decreases and become insufficient to resist the induced stress any further and sudden fracture in the component. അതായത് ആ ഒരു അവിടെ ഉണ്ടാകുന്ന ഈ ഒരു ക്രാക്ക് പ്രൊപ്പഗേഷൻ മൂലം അവിടെ ഏരിയ ഡിക്രീസ് ചെയ്യും. ആ ഏരിയ ഡിക്രീസ് ചെയ്യുന്നതിന് മൂലം അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ ആ ഒരു ഏരിയയ്ക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ വരികയും ഫൈനലി ആ ഒരു കമ്പോണൻറ്റ് ഫ്രാക്ചറിലേക്ക് എത്തുകയും ചെയ്യുന്നു. സോ ദിസ് ഈസ് എ സ്കീമാറ്റിക് ഡയഗ്രാം ഷോയിങ് ഹൗ ദി ഫെറ്റിക് ഫെയിലിയർ ഹാപ്പൻ. ഇനിഷ്യലി ഇത് crack will be formed at areas of stress concentration and plastic deformation or due to by slip is occurring, and a stage will occur when the plastic deformation not is able to occur. So then what happened is this crack will propagate to another grain. So finally the crack propagate and finally it will fail. Okay, it will fail. So see, this is a schematic diagram showing how a fatigue failure is happening. See, crack will initiate at stress concentration areas, then it is propagating and finally the final fracture. So now it is very important that low cycle fatigue and high cycle fatigue. So low cycle fatigue is, see, what is low cycle fatigue? Significant plastic strain occur in each cycle. അതായത് ലോ സൈക്കിൾ ഫatigue എന്ന് പറയുമ്പോഴത്തേന് കൂടുതൽ ലോഡ് കുറച്ച് സമയത്തിനുള്ളിൽ ആക്ട് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഈ സ്ലോ സൈക്കിൾ ഫatigue എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫെയിലിയർ ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് നമ്പർ ഓഫ് സൈക്കിൾസിനുള്ളിൽ തന്നെ ഫെയിലിയർ ഉണ്ടാവും. അതായത് ഒരു 10⁻³ സൈക്കിൾസ്, അല്ലെങ്കിൽ എക്സാമ്പിൾസിനായിട്ട് പറഞ്ഞാണ്. എക്സാമ്പിൾ വളരെ ഇപ്പോൾ കുറച്ച് നമ്പർ ഓഫ് സൈക്കിൾസിനുള്ളിൽ തന്നെ ഫെയിലിയർ സംഭവിക്കും. അവിടെ ഓരോ സൈക്കിളിലും ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വളരെ വലുതായിരിക്കും. Okay, the plastic deformation or plastic strain occur in each cycle is very large. So ഇതെങ്ങനെ ഉണ്ടാകുന്നത്? ഹൈ ലോഡ് കൂടുതൽ ലോഡ് കൊടുക്കുന്ന സമയത്തായിരിക്കും ഈ ഷോർട്ട് സൈക്കിൾ ഫatigue വരുന്നത്. അതായത് കൂടുതൽ ലോഡ് നമ്മൾ കുറച്ച് സമയത്ത് കൊടുത്ത് വെച്ചിട്ട് സംഭവിക്കും. ഇപ്പോൾ ഒരു 10 ന്യൂട്ടൺ വെച്ചിട്ട് ഒരു 10 ദിവസം കൊടുക്കുന്നതിന് ഇക്വലൻ്റ് ആണ് 100 ന്യൂട്ടൺ വെച്ചിട്ട് 5 ദിവസം കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ 10 ന്യൂട്ടൺ വെച്ചിട്ട് 10 ദിവസം കൊടുക്കുന്നത് എന്തുവാ? ഹൈ സൈക്കിൾ ഫatigue എന്ന് പറയും. പക്ഷേ 100 ന്യൂട്ടൺ വെച്ച് 5 ദിവസം കൊടുക്കുന്നത് എന്ത് പറയും? അതിൻ്റെ ലൈഫ് കുറഞ്ഞില്ലേ, സൈക്കിൾ കുറഞ്ഞില്ലേ? സോ ദാറ്റ് ഈസ് കോൾഡ് ലോ സൈക്കിൾ ഫatigue എന്ന് പറയും. സോ ഇൻ ലോ സൈക്കിൾ ഫatigue അവിടെ ഉണ്ടാകുന്ന അവിടെ കൊടുക്കുന്ന ലോഡ്, the load will be very high and the cycle is very small. The cycle is short. So in each cycle there will be much or there will be significant plastic strain will occur. So example ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിസൈൽസ്, റോക്കറ്റും, ന്യൂക്ലിയർ pressure vessel, in that cases the load is very high and it exists, that load will come for a short period. So for each cycle the plastic deformation is very high and the component will fail within a short cycle. ഓക്കെ, ദാറ്റ് ഈസ് ചെറിയൊരു സൈക്കിൾ. ഇപ്പം നമ്മൾ ഒരു കമ്പോണൻ്റ് ഉണ്ട്, ഒരു കമ്പോണൻ്റ് ഉണ്ട്. ഈ കമ്പോണൻറ്റിൽ 100 കംപ്രസീവും 100 ടെൻസൈലും ഇങ്ങനെ മാറി കൊടുക്കുന്നു. 100 കംപ്രസീവ് 100 മാറി കൊടുക്കുമ്പോൾ അത് 5 ദിവസം കൊണ്ട് ഈ മെറ്റീരിയൽ ഫെയിൽ ആവുന്നു. അതേസമയം ഈ കമ്പോണൻറ്റിൽ 10 കംപ്രസീവും 10 ടെൻസൈലും ഇങ്ങനെ മാറി സൈക്കിളിക്കായിട്ട് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 5 ദിവസം കൊണ്ട് ഫെയിൽ ആവുമോ? ഇല്ല. എത്ര ദിവസം എടുക്കും? ഒരു 15 ഡേയ്സ് ഇരിക്കട്ടെ. 15 ഡേയ്സ്. അപ്പോൾ എന്താണ് 15 ഡേയ്സിലെടുത്തു ഇത് ഫെയിൽ ആവും. ഇവിടെ 5 ഡേയ്സ് എടുത്തു. അപ്പോൾ ഇതെന്താണ്? ഇത് ലോ
സൈക്കിൾ ഫറ്റീഗ്. ഇതെന്താണ്? ഹൈ സൈക്കിൾ ഫറ്റീഗ്. അപ്പോൾ ഇതിനകത്ത് ഡിഫറൻസ് എന്താണ്? ലോ സൈക്കിൾ ഫറ്റീഗിനകത്ത് ലോഡ് കൂടുതലാണ്, ഹൈ സൈക്കിൾ ഫറ്റീഗിനകത്ത് ലോഡ് കുറവാണ്. ലോഡ് കൂടുമ്പോൾ സംഭവിക്കും, ലോഡ് കൂടുമ്പോൾ അവിടെയുള്ള plastic straining will be significantly high. So here the plastic strain in each cycle will be significantly low. ഇനി എന്താണ് പറയാനുള്ളത്? ഇത് 10⁻³ സൈക്കിൾസ് ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഫെയിലിയർ. അപ്പോൾ ഈ ഒരു 10⁻³ സൈക്കിൾ അല്ലെങ്കിൽ അപ് ടു 10⁻³ സൈക്കിൾ, അത് 1000 സൈക്കിൾ വരെ വന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഫെയിലിയർ സംഭവിക്കുന്നതാണ് ലോ സൈക്കിൾ ഫറ്റീഗ്. അപ്പോൾ ഇത് ഇതിനു വേണ്ടി ഡിസൈൻ ഫോർ എ ഷോർട്ട് ലീവ് ഡിവൈസസ് ലൈക്ക് മിസൈൽ. ഓക്കെ, ആൻഡ് സ്ട്രെസ്സസ് ആർ വെരി ഹൈ, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു. സോ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ സൈക്കിൾ ഫറ്റീഗ്. ഹൈ സൈക്കിൾ ഫറ്റീഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ചെറിയ ലോഡായിരിക്കും കൊടുക്കുന്നത്, ലോവർ ലോഡ് കൊടുക്കുമ്പോൾ ഇറ്റ് ടേക്സ് എ ലോങ് ടൈം ടു and take the failure. ആ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ ഇറ്റ് ടേക്സ് എ ലോങ് ടൈം. സോ അസോസിയേറ്റഡ് വിത്ത് ലോവർ ലോഡ് ആൻഡ് ലോങ് ലീവ്സ്, അതായത് കൂടുതൽ ലൈഫ് വേണ്ട കമ്പോണൻസ് നമ്മൾ ഹൈ സൈക്കിൾ ഫറ്റീഗാണ് കൊടുക്കുന്നത്. ഓർ അല്ലെങ്കിൽ അവിടെ പറയുന്നത് വെച്ചാൽ ഇറ്റ് ടേക്സ് എ ഹൈ നമ്പർ ഓഫ് സൈക്കിൾ ടു പ്രൊഡ്യൂസ് ഫെയിലിയർ ബിക്കോസ് വി ആർ അപ്ലൈയിങ് എ ലോവർ ലോഡ്. സോ ഇറ്റ് ടേക്സ് മോർ നമ്പർ ഓഫ് സൈക്കിൾസ് ടു പ്രൊഡ്യൂസ് എ ഫെയിലിയർ. സോ ഇത് സ്ട്രെയിൻ സൈക്കിൾ ആർ കൺഫൈൻഡ് ഇൻ എലാസ്റ്റിക് റേഞ്ച്. സോ അവിടെ നിന്ന് ഓരോ സൈക്കിളിലും ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സിഗ്നിഫിക്കൻ്റ്ലി ലോ ആയിരിക്കും. സോ ലോ സൈക്കിൾ ഫറ്റീഗിൽ ഓരോ സൈക്കിളിലും ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സിഗ്നിഫിക്കൻ്റ്ലി ഹൈ ആയിരിക്കും ബിക്കോസ് വി ആർ അപ്ലൈയിങ് എ ഹെവി ലോഡ് ഫോർ എ ഷോർട്ട് പീരീഡ്. സോ ഇറ്റ് വിൽ ഫെയിൽ വിത്തിൻ എ ഷോർട്ട് സൈക്കിൾ, അതായത് ഒരു 10⁻³ സൈക്കിൾസിനുള്ളിൽ തന്നെ ആ ഒരു മെറ്റീരിയൽ ഫെയിൽ ആകും. പക്ഷേ cycle fatigue, we are applying a small load and it takes more cycle for the failure to occur. So it is called high cycle failure, and it takes more than 10⁻³ cycles for the failure to happen. Okay, so examples include door hinges, aircraft body pans, etc. So it takes more than 100 cycle, no more than 1000 cycle for the failure to occur. So here stresses are usually low and loads are predictable and constant amplitude. So you should know the difference between high cycle and low cycle. Okay.